ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു മാന്യതയും അതിൻ്റേതായൊരു ധാർമ്മികതയുമുണ്ട്. അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ള മനോവ്യഥ അത് കോൺഗ്രസിൽ തന്നെ പലരും പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാത്തതാണ്. ശിശുവിനെ ആ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ, അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അപ്പോൾ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം. ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത്. ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ല. ഇത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ്. ഒരു MLA-ക്കെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ്. MLA പദത്തിൽ തുടരുകയാണ്. MLA പദത്തിൽ തുടരുന്നത് ശരിയാണ്. അതാണല്ലോ ഇപ്പോൾ പൊതുവെ വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് വളരെ ഗൗരവമായൊരു വിഷയമായിട്ട് തന്നെ നമ്മുടെ കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. പൊതുവെ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത്. മറ്റു കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ സമൂഹം പൊതുവിൽ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത്തരമൊരാൾ ആ സ്ഥാനത്തിരിക്കരുത് എന്നുള്ള പൊതു അഭിപ്രായം ഉയർന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ നിലയല്ല ഇപ്പോൾ വന്നിടത്തോളം കാണുന്നത്. എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സംഭവമായിട്ടാണ് ഇത് മാറിയത്. കാരണം ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതിൽ നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളനുസരിച്ചാണെങ്കിൽ ഒരു സംഭാഷണത്തിൻ്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ, അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അപ്പോൾ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം. നമ്മുടെ സമൂഹത്തിൽ പൊതുപ്രവർത്തകർക്ക് പൊതുവേ ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട്. അതിന് അപവാദം വരുത്തി വെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ നമ്മുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ല. അതൊരു പൊതുപ്രവർത്തകൻ അങ്ങനെ വരുമ്പോൾ സാധാരണ നിലക്ക് ശക്തമായ നിലപാടെടുത്തു പോകണം. പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം ഈ എല്ലാം താല്പര്യങ്ങൾ വെച്ച് നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം സമൂഹം നല്ലതുപോലെ ശ്രദ്ധിക്കും. ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും വ്യത്യസ്ത പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും മറ്റൊരു രീതിയിലല്ല.
ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതിൻ്റെ മേലെ അവരുടെ വികാരം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പലരും രാഷ്ട്രീയ ജീവിതം നയിച്ചവരാണ്. ആ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു മാന്യതയും അതിൻ്റേതായൊരു ധാർമ്മികതയുമുണ്ട്. അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ള മനോവ്യഥ അത് കോൺഗ്രസിൽ തന്നെ പലരും പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പോളിറ്റിക്സ് ആണെങ്കിലും നമുക്കതിൽ ഇടപെട്ട് വർത്തമാനം പറയേണ്ട കാര്യമില്ല. പക്ഷേ ആ തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചില നേതാക്കന്മാർ തന്നെ ശ്രമിച്ചു എന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാധ്യതയായി ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാത്തതാണ്. മാത്രമല്ല അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ്. പ്രകോപിതനായിട്ട് പിന്നെ എന്തെല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുകയാണ്. അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാൾ പോകാൻ പാടുണ്ടോ? ചിന്തിക്കേണ്ട കാര്യം, തൻ്റെ പാർട്ടിയിൽപ്പെട്ട സീനിയേഴ്സ് അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായം പറയാൻ നിർബന്ധമായത്? പരസ്യമായി പറഞ്ഞല്ലോ. അതേതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തിയല്ലല്ലോ, ഒരുപാട് ആളുകൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ ഉണ്ടാകേണ്ടിയിരുന്നത്. ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. രാഷ്ട്രീയത്തിന് അവമാനം വരുത്തി വെച്ചതാണ്. പൊതുപ്രവർത്തകർക്ക് അവമാനം വരുത്തി വെക്കുന്നതാണ്. അത്തരമൊരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണുണ്ടാവുക. ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത്. ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. നിയമപരമായ നടപടികളെല്ലാം അതിൽ സ്വീകരിച്ചിരിക്കും. നിയമപരമായി സ്വീകരിക്കാൻ പറ്റുന്ന നടപടി എന്താണോ ആ നടപടി സ്വാഭാവികമായും പോലീസ് സ്വീകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്താണോ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം ആ നിയമപരമായ നടപടികൾ പോലീസ് സ്വീകരിക്കും. അക്കാര്യത്തിൽ പുറത്തു വന്ന ശബ്ദ സംഭാഷണങ്ങൾ നമുക്ക് തെളിവുകൾ സഹിതം പൂർണ്ണമായി കിട്ടിയതാണ്. CM-ന് ഇന്റലിജൻസും സംവിധാനങ്ങളും ഉൾപ്പെടെയുണ്ട്. നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നും പറയുന്നു. അങ്ങനെ എന്തെങ്കിലും വിവരം അതെന്താണെന്ന് പുറത്തു പറയണം എന്നുള്ളതല്ല, ഇതിൽ കൂടുതലുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കളുടെ കൈവശമുണ്ടോ? അല്ല, എൻ്റെ അടുത്തുള്ള വിവരം ഇതിപ്പോൾ പറയേണ്ടതല്ലോ. ഏതായാലും നിങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ നല്ല നില പൊതുവിൽ മാധ്യമങ്ങൾ നല്ല നില സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഇടയാക്കുന്ന ഒന്നാണ്. നല്ല രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. ആ നില തുടരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ആ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. പരാതി നൽകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ടതില്ല. പരാതി നൽകിയാൽ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കും, ശാരീരികമായി ഭീഷണിയുണ്ട് എന്ന നിലയെ കാണേണ്ടതില്ല. എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തും അത്തരം പരാതി ഉന്നയിക്കുന്നവർക്ക്. വരട്ടെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല കേട്ടോ. ഏത്
രാജിവെക്കേണ്ട കാര്യമില്ലെന്നാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ കണ്ടല്ലോ നമ്മൾ എന്താണ് സംഭവിച്ചത്. നിന്നെ കൊല്ലാൻ അധികം സമയം വേണ്ടെന്ന് പറഞ്ഞില്ലേ, അതല്ലേ സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അങ്ങനെ പല വിഷയങ്ങൾ നിങ്ങളെടുത്തുണ്ടാവും. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ബിജെപിയും ഓപ്പോസിഷൻ ലീഡറും പറഞ്ഞിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് സിഎം ശബരിമലയ്ക്ക് വേണ്ടി അപ്പോളജൈസ് ചെയ്യാതെ അന്ന് നടന്ന കേസസ് പിൻവലിക്കാതെ ഇത് നടത്താൻ സമ്മതിക്കില്ല എന്നും ഓപ്പോസിഷൻ ലീഡറും പറഞ്ഞു. മെജോറിറ്റി അപ്പീസ്മെന്റ് ആണ് സിപിഎം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ന്യൂനപക്ഷ പ്രകടനം പോയി മെജോറിറ്റി പ്രകടനമായോ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മൾ കാണേണ്ടത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ്. ഈ ശബരിമല എന്നത് നമ്മുടെ നാടിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ആരാധനാ സ്ഥലമാണ്. അത് ജാതിമത ഭേദ ചിന്തകൾക്ക് അതീതമായിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാ മതസ്ഥർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ്. സാധാരണ അവിടെ എത്തുന്ന ഭക്തർ വാവരെ കണ്ടാണ് അയ്യപ്പനെ ദർശിക്കാൻ പോകുന്നത്. അത്രമാത്രം മതമൈത്രി ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണത്. ഇത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി അവർ നിശ്ചയിച്ചു ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്നുള്ളത്. ഇതാണ് സംഭവിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടങ്ങളിലുള്ളവർക്ക് താല്പര്യമാണ്. കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവർക്കും താല്പര്യമാണ്. അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയമായി കാണേണ്ട ഒരു കാര്യമല്ല. ഇത് ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡ് നടത്തട്ടെ. സർക്കാരിൻ്റെ ഒരു പരിപാടിയല്ല, ഇത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതല്ല മറ്റൊരു കാര്യവും സർക്കാരിന് അതിലില്ല. അപ്പോൾ നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ല. ഇത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊരു വിരട്ടുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞതെന്നാണ് തോന്നുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ഒരു കേസുകളുടെ കാര്യം പറഞ്ഞല്ലോ. ആ കേസുകളുടെ കാര്യത്തിൽ നേരത്തെ ഞങ്ങളൊരു തീരുമാനം എടുത്തതാണല്ലോ. അതായത് ഇവരുടെ എല്ലാം നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീരുമാനമെടുത്തത്. അത്തരം കേസുകൾ പിൻവലിക്കുക എന്നത് ഈ അക്രമ സംഭവങ്ങൾ ഒഴികെയുള്ള കേസുകളെല്ലാം പിൻവലിക്കുന്നൊരു നിലപാടെടുത്തല്ലോ. അത് തീരുമാനമായതാണ് എല്ലാ കാര്യത്തിലും. ഒന്നും ബാക്കി നിൽക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് അയ്യപ്പ സംഗമം നടക്കട്ടെ. ഭക്തരായിട്ടുള്ളവർ, അയ്യപ്പൻ്റെ ആളുകൾ, അയ്യപ്പനെ നല്ല നിലക്ക് കാണുന്നവർ എല്ലാവരും അവിടെ എത്തിച്ചേരട്ടെ. നമുക്ക് ആവശ്യമായ സഹായവും പിന്തുണയും അതിന് നൽകാം. ബാക്കി കാര്യമൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ തൽക്കാലം നിർത്താം.